സോ നമുക്കിവിടെ ലോനാവാലയിൽ വന്നിട്ട് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. സോ നമ്മളിങ്ങനെ പോകുന്നത് പൂനെയിലേക്കാണ്. സോ പൂനെയിലത്തെ മാർക്കറ്റൊക്കെ ഒന്ന് കാണാനുള്ള പ്ലാനിലാണ്. സോ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ലോനാവാല റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. 15 രൂപയാണ് ഒരാൾക്ക് ലോനാവാലയിൽ നിന്ന് പൂനെയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ടിക്കറ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന പോലെ പർപ്പിളും വൈറ്റും കറന്നിട്ടുള്ള ട്രെയിനുകളാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിനുകൾ. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ ലോനാവാല സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ്. ഇങ്ങനെ കാലിയായിട്ട് ഒരു ലോക്കൽ ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഞാൻ മുമ്പ് ഇവിടെ CSMTയിൽ വന്നിട്ട് അന്ധേരിയിലേക്ക് പോകാനായിട്ട് ഈ ട്രെയിനിൽ കയറിയിട്ടുള്ള ഓർമ്മകൾ എനിക്ക് എപ്പോഴും ഉണ്ട്. ട്രെയിനൊക്കെ വന്ന് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴേക്കും ബാഗും മുന്നിലേക്ക് ഇട്ടിട്ട് ട്രെയിനിലേക്ക് ചാടി കയറിയിട്ട് സ്ഥലം ഉറപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഇവിടുത്തെ ട്രാക്ക് നമ്പർ 4ഉം 5ഉം ദീർഘദൂര ട്രെയിനുകൾക്കും ചരക്ക് തീവണ്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ഉൾഭാഗം പരിചയപ്പെടാം. ഇരുവശത്തും 3-4 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളും മധ്യഭാഗത്ത് നിരനിരയായിട്ട് സ്റ്റീലിൻ്റെ തന്നെ ഗ്രാബ് ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട്. സാധാരണ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ട്രെയിനുകളുടെ വിൻഡോകൾ കുറച്ചും കൂടി സേഫാണ്. പുറത്തേക്ക് ആർക്കും കയ്യും കാലിനും ഇടാൻ പറ്റില്ല. ഈ ട്രെയിനിൻ്റെ മുൻവശവും പിൻവശവും കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ കുരങ്ങന്മാരുടെ കൂടെയാണ്. അത് കാരണം കൊണ്ട് എൻ്റർടൈൻമെൻറ്റ് വാസ് ഗ്യാരണ്ടി. അങ്ങനെ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. വരണ്ടുണങ്ങിയിട്ടുള്ള കൃഷിഭൂമികളെ കടന്നിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത്. ലോനാവാലയിൽ നിന്ന് പുറപ്പെട്ട ശേഷമുള്ള ആദ്യത്തെ സ്റ്റോപ്പ് മാൽവലി സ്റ്റേഷനിലായിരുന്നു. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള ബാജ കേവ്സ്, കാർല കേവ്സ്, ലോഹാങ്കാട്ട് ഫോർട്ട്, ഏക്വീര ദേവി ടെമ്പിൾ ഇവിടേക്കൊക്കെ പോകാൻ പറ്റും. മാൽവലി സ്റ്റേഷനിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ വളരെ സൂപ്പറാണ്. നമ്മുടെ ഈ ഒരു റെയിൽവേ പാതയുടെ ഇരുവശത്തായിട്ട് മനോഹരമായിട്ടുള്ള മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷൻ ക്യാംഷേഡ്സ് റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഈ സ്റ്റേഷനിൽ നിന്ന് അധികാരം ട്രെയിനിൽ കയറാനുണ്ടായിരുന്നില്ല. ഈ ഒരു റൂട്ടിൽ ഒരുപാട് പാവം പിടിച്ച ആൾക്കാർ താമസിക്കുന്ന അധികം വികസനം ഒന്നും എത്താത്തൊരു പ്രദേശമാണ് ക്യാംഷേത്ത് എന്ന് പറയുന്നത്. വിളങ്ങി നിൽക്കുന്ന ജോവർ പാടങ്ങളുടെ ഭംഗി ഈ യാത്രയിലത്തെ ഇടയ്ക്കിടയ്ക്കുള്ള കാഴ്ചയാണ്. ഇവിടെ പകൽ സമയത്ത് ട്രെയിൻ സഞ്ചരിക്കുന്നത് 95-100 കിലോമീറ്റർ സ്പീഡിലാണ്. കാരണം ഇവിടെ ഈ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്ന റൂട്ട് അധികം വളവും തിരിവൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് റൂട്ടാണ്. വഡ്ഗാവിന് ശേഷം ട്രെയിനിലെ സീറ്റുകളെല്ലാം ഓൾമോസ്റ്റ് ഫില്ലായിട്ട് ആൾക്കാരൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഞ്ഞ നിറത്തിൽ നമ്മളിപ്പോൾ കണ്ടത് ഗോതമ്പിൻ്റെ കൃഷിയാണ്. ഈ അടുത്ത കാലമായിട്ട് ഗോതമ്പിൻ്റെ കൃഷി മഹാരാഷ്ട്രയിൽ വ്യാപിച്ചു വരുന്നതായിട്ട് ഇവിടുത്തെ ലോക്കൽ ഫ്രണ്ടായിട്ടുള്ള പ്രതീക് പറഞ്ഞു തന്നു. തലേഗാവ് സ്റ്റേഷന് ശേഷം ട്രെയിനിലെ തിരക്കൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇനി വഴിയിൽ നിന്ന് കാഴ്ചകൾ കണ്ടാൽ സീറ്റ് പോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ഓടി വന്നിട്ട് സീറ്റിലിരുന്നു. ലോനാവാലയിൽ നിന്ന് 2:50 സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ട്രെയിൻ 16 സ്റ്റേഷനുകൾ കടന്ന ശേഷം 4:15 പൂനെ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പുറത്ത് കാണുന്ന ക്യാബിൻ സ്ത്രീകൾക്കും വികലാംഗർക്കും വേണ്ടിയിട്ടുള്ള ക്യാബിനാണ്. ഇതിലെ പെടാത്ത എല്ലാവർക്കും TT ചേച്ചിമാർ ഒരു ദയം കാണിക്കാണ്ട് ഫൈൻ അടച്ച് നൽകിയിട്ടുണ്ട്. ഡപ്പോഡി സ്റ്റേഷന് ശേഷം ഈ ഒരു മനോഹരമായിട്ടുള്ള ഹൗസിംഗ് കോളനി ഈ ഒരു പുഴയുടെ തീരത്ത് കാണാൻ സാധിച്ചു. ഒരു യാത്രയെ മെമ്മറബിൾ ആക്കുന്നത് ആ യാത്രയിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഇവന്മാരോടാണ്. അങ്ങനെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ട്രെയിൻ പൂനെയിലേക്ക് എത്തി. ഇവിടെ ട്രെയിൻ നിർത്തിയാൽ വേഗം തന്നെ ഇറങ്ങാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറി വരുന്ന ഒരു ഇൻഫ്ലോയിൽ നമ്മൾ അകത്ത് തന്നെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ട്രെയിൻ ഇവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ ഒരു സോളാപൂർ അമരാവതി ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1ലാണ് ക്ലോക്ക് റൂം ഉള്ളത്. നമ്മളവിടെ നമ്മുടെ ബാഗ് കൊടുത്തു. എന്നിട്ട് മാർക്കറ്റ് കാണാൻ വേണ്ടി പുറപ്പെട്ടു. സോ നമ്മളങ്ങനെ ലോനാവാലയിൽ നിന്ന് പൂനെയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ട്രെയിൻ വരുന്ന രാത്രിയാണുള്ളത്. സോ ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുവരാനുള്ള ഒരു പ്ലാനിലാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സോംവാർപേട്ട് എന്നാണ്. ഇവിടെ ഇവർക്ക് ദിവസങ്ങളുടെ പേരിൽ മാർക്കറ്റ് സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. സോ നമ്മൾക്കുള്ളത് പൂനെയിലെ സെൻട്രൽ മാർക്കറ്റിലാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾക്ക് ഇവിടെ വളരെയധികം റേറ്റ് കുറവാണ്. സോ നമുക്കിവിടെ പോയിട്ട് സാധനങ്ങളുടെ റേറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.
നമ്മളിപ്പോൾ നേരെ കാണുന്ന ടെമ്പിളിൻ്റെ പേര് ഡഗാഡു ക്ഷേത്ത് ഹൽവായി ഗണപതി ടെമ്പിൾ എന്നാണ്. ഈ ഡഗാഡു ക്ഷേത്ത് എന്ന് പറയുന്ന ആൾ 1800 കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പേര് കേട്ടൊരു സ്വീറ്റ് വിൽപ്പനക്കാരനായിരുന്നു. എന്നാൽ അന്ന് കാലത്ത് പൊട്ടിപ്പുറപ്പെട്ടൊരു പ്ലേഗ് മഹാവ്യാധിയിൽ അദ്ദേഹത്തിൻ്റെ മകനെ നഷ്ടപ്പെട്ടു. ദുഃഖശമനത്തിന് വേണ്ടിയിട്ട് ഒരു സന്യാസിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഈ ഒരു ടെമ്പിൾ പണിതു. പിന്നെ അനിയൻ്റെ പുത്രനായിട്ടുള്ള ഗോവിന്ദ ഷേട്ടിനെ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഈ കാണുന്ന ചെരുപ്പുകൾക്ക് വെറും 220 രൂപയാണ് പറയുന്നത്. സെയിം പീസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാലും ഇതിനെക്കാട്ടും റേറ്റ് കാണാറുണ്ട്. ഈ വഴിയുടെ ഇടതുവശത്ത് ഇവിടെ പൂക്കൾ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അടുപ്പിച്ച് പൂക്കടകൾ കാണുമ്പോൾ ഏതോ ഒരു വലിയ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് പോകുന്നൊരു ഫീലോ അല്ലെങ്കിൽ ഓണത്തിന് പൂ വാങ്ങുന്നൊരു ഫീലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഈ വഴിയുടെ നേരെ കാണപ്പെടുന്ന രൂപം ഇപ്പോൾ പള്ളി പോലെയൊക്കെ തോന്നുന്നുണ്ടാവുമെങ്കിലും പള്ളിയല്ല, അത് മഹാത്മാ ഫൂലെ മണ്ടായി എന്നറിയപ്പെടുന്ന ലോഡ് റൈസ് മാർക്കറ്റാണ്. അതാണ് ഇവിടെ പൂനെയിലത്തെ ഏറ്റവും വലിയ വെജിറ്റബിൾ റീറ്റെയിൽ മാർക്കറ്റ്. ആ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. ബോംബെയിലത്തെ ഗവർണറായിരുന്ന ലോർഡ് റേയുടെ പേരിലായിരുന്നു ആദ്യം ഈ ഒരു മാർക്കറ്റ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് മഹാത്മാ ജ്യോതിറാവു ഫുലെയുടെ പേരിലാക്കി മാറ്റിയത്. സോ നമ്മളിവിടെ വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ മാംഗോ ജ്യൂസിന് വെറും 10 രൂപയാണുള്ളത്. നമുക്ക് ട്രൈ ചെയ്യാം. ₹10 ഈ ഒരു ഫ്രഷ് മാംഗോ ജ്യൂസ് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു. ബട്ട് ടേസ്റ്റി ആയിരുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് നല്ല വൃത്തിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്ന ഏരിയാസാണ്. ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് പൂനെ. 518 സ്ക്വയർ കിലോമീറ്ററിലാണ് പൂനെ നഗരം വ്യാപിച്ചു കിടക്കുന്നത്. ഇത്രയും വലിയ സിറ്റി ആയിരുന്നിട്ട് കൂടി വാഹനങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഹോണടിയും കുത്തിക്കയറ്റിലൊന്നും നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചില്ല. വഴിയുടെ ഇരുവശത്തും പഴമയുടെ ആ ഒരു ഭംഗിയൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളെ കാണാനുണ്ട്. ഇനി നമ്മൾ കടന്നു പോകുന്നത് ബാജിറാവ് റോട്ടിലൂടെയാണ്. ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ലേഡീസ് ബാഗും ചപ്പൽസും ഒക്കെയാണ്. ഞങ്ങളിവിടെ വന്നിട്ടുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം മുന്നിൽ നടക്കുന്ന ചേട്ടന്മാരുടെ ഉണ്ണികൾക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം എന്നുള്ള പ്ലാനിലാണ്. പിന്നെ ഇവിടെ മാർക്കറ്റിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ കസ്റ്റമേഴ്സിനെ കടയിലേക്ക് വിളിച്ചു കയറ്റുന്ന പരിപാടിയൊന്നും ഇവിടെ കണ്ടില്ല. തനിക്ക് ആവശ്യത്തിലധികം കസ്റ്റമേഴ്സിനെ അല്ലാണ്ട് തന്നെ ചെറുതും വലുതായിട്ടുള്ള എല്ലാ ഷോപ്പ് ഓണേഴ്സിനും കിട്ടുന്നുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ സുരേഷ് സാറിൻ്റെയും ഇമ്രാൻ സാറിൻ്റെയും പിള്ളേരുണ്ട്. രണ്ടുപേരും ചെറിയ 2 വയസ്സുള്ള ഉണ്ണികളാണ്. അവർക്കുള്ള ഷൂസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുതുവാർപേട്ട് മാർക്കറ്റ് പൂനെയിലത്തെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഏരിയകളിലൊന്നാണ്. തുണിക്കടകളും ഇലക്ട്രിക് കടകളും എന്നിവയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റും. सर कुर्ती वगैरह चाहिए क्या मैडम के लिए? कम प्राइस है? नहीं सर, मैं शादीशुदा नहीं. ഇവിടുത്തെ റെഡ് ലൈറ്റ് ഏരിയകളും വളരെയധികം ഫേമസ് ആണ്. ഇന്ത്യയിലത്തെ 3ാമത്തെ വലിയ റെഡ് ലൈറ്റ് ഏരിയ ഇവിടെയാണുള്ളത്. ഈ ഒരു മാർക്കറ്റിന് ഒരു ചരിത്രമുണ്ട്. 1600 കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ പൂനെയും ഈ കാണുന്ന പുതുവാർപേട്ട് പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ഔറംഗസേബിൻ്റെ കീഴിലുള്ള മുഗൾ വംശജരായിരുന്നു. അന്ന് ഈ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്നത് മോഹിതാബാദ് എന്നുള്ളൊരു പേരിലായിരുന്നു. പിന്നീട് മറാത്തകൾ ഈ ഒരു പ്രദേശം തിരിച്ചു പിടിച്ചപ്പോൾ പേഷ്വാ ഭരണത്തിൻ്റെ കീഴിലായിരുന്ന സമയത്ത് ഈ പ്രദേശത്തിന് ബുധവാർപേട്ട് എന്നുള്ളൊരു പേര് നൽകുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ സുരേഷ് ഏട്ടൻ്റെ മോൾക്ക് ഒരു ജോഡി കാഷ്വൽ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 350 രൂപയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ബാർഗെയിൻ ചെയ്ത് 300 എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്.
ഈ ഒരു മാർക്കറ്റ് പൂനെയിലെ നല്ലൊരു കപ്പിൾ സ്പോട്ടും കൂടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് കപ്പിൾസ് ഇവിടെ ഷോപ്പിങ്ങിനും വൈകുന്നേരത്തെ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങനെ നടന്ന് ക്ഷീണിച്ച ശേഷം വയറിൻ്റെ അകത്തുനിന്ന് ഉൾവിളികളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാനും ഭരത്തും കൂടിയിട്ട് ഇവിടുത്തെ ഹോട്ടൽ അകത്തി ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. 85 രൂപയുടെ ബട്ടർ സ്കോച്ച് ആയിരുന്നു ഭരത് ബ്രോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോട്ട് ആൻഡ് സോർ സൂപ്പായിരുന്നു. Okay, how was it, Bharat? सुपर नहीं तो सुपर बोलना चाहिए 20 रुपये. അങ്ങനെ ഇന്നത്തെ യാത്ര പൂനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നിട്ട് അവസാനിച്ചു. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.